ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 90% ലേഡീസിനും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് അണ്ടർആംസിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറവും അതുപോലെ തന്നെ നമുക്ക് വേർപ്പൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലും എങ്ങനെ മാറ്റാം എന്നുള്ളത്. അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ലേഡീസിന്റെ കക്ഷത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് പോകാനായിട്ടും അതുപോലെ വേർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ദുർഗന്ധം മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇത് കൂടുതലും എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു 20 to 30 ആ ഒരു ഏജിലുള്ള ആളുകളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. കാരണം സ്ലീവ്ലെസ് ഒക്കെ ഇടാനായിട്ടായിരിക്കാം അവർ കൂടുതലും ഇങ്ങനെ അണ്ടർആംസിലെ ബ്ലാക്ക് കളർ പെട്ടെന്ന് പോകാനായിട്ടുള്ള നാച്ചുറൽ ടിപ്സ് ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തേത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പല്ല കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടും യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തൊരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിന്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു എ ടു സെഡ്, ഗീതൂസ് ഹെയർ കെയറും. മാത്രമല്ല, നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും ആണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ 7 ദിവസം കൊണ്ട് മുടി ഒഴിച്ചിൽ മാറി 2 ആഴ്ച കൊണ്ട് കൊഴിഞ്ഞു പോയ മുടികൾ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഗീതൂസ് ഹെയർ ഓയിലും അതുപോലെ പെട്ടെന്ന് നിറം കൂട്ടാനായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലും 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളുടെ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത. കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. അപ്പൊ ഒട്ടുമിക്ക സ്ത്രീകളും എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന, കൂടുതലും ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതായത് കക്ഷത്തിലെ കറുപ്പ് നിറം എങ്ങനെ മാറ്റാം, അതുപോലെ വേർപ്പുണ്ടാവുമ്പോഴുള്ള ദുർഗന്ധം മാറ്റാനുമായിട്ട് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. കക്ഷത്തിലെ കറുപ്പ് മാറാനായിട്ടുള്ള പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കറികളിലൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 അണ്ടർആംസിലേക്കും കൂടിയിട്ട് ഒരു 4 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായിട്ട് വരുന്നത്. മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ പോകാനായിട്ട്, ബ്ലാക്ക് കളറൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുത്താലും മതി കേട്ടോ. മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്ക് ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മഞ്ഞളിലുള്ള കുർക്കുമിനാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ലെമണാണ്. ഒരു നാരങ്ങയുടെ 4ൽ 1 ഭാഗമാണ് ഒരു നേരത്തേക്ക് നമുക്ക് വേണ്ടത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല കിടിലർ റിസൾട്ട് ഉറപ്പാണ്. എന്നാലും നിങ്ങൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പൂർണ്ണമായിട്ടും നമുക്ക് അവിടെയുള്ള കറുപ്പ് നിറം, അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ്. ഇപ്പം നാരങ്ങ നീര് ഉപയോഗിക്കുമ്പോൾ നാരങ്ങയിലുള്ള ആസിഡ് നമുക്ക് അവിടെയുള്ള ബ്ലാക്ക് കളറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ചില ആളുകൾക്കൊക്കെ വേർക്കുമ്പോൾ അണ്ടർആംസിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നാരങ്ങ ഇതിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കോഫി പൗഡർ നെസ്കഫേയുടെ കോഫി പൗഡറാണ് കേട്ടോ. ഇതിന് കോഫി പൗഡർ എടുക്കുമ്പോൾ എന്താ പറയുക, നന്നായിട്ട് നൈസ് പൊടിയായിട്ടുള്ള കോഫി പൗഡർ എടുക്കാതെ ജസ്റ്റ് ഒന്ന് തരിയായിട്ടുള്ള കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ്. ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. കോൾഗേറ്റ് ആണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരിക. അത് നമ്മൾ ഒരു പ്രാവശ്യം പല്ല് തേക്കാനുള്ള അളവില്ലേ, അതിൻ്റെ 2 ഇരട്ടി എടുക്കണം. 2 അണ്ടർആംസിലേക്കും കൂടിയിട്ട് അത്രയ്ക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാക്ക് റെഡിയാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ലെമൺ വെച്ചിട്ട് തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുക. 5 മുതൽ 10 മിനിറ്റ് വരെ സ്ലോവിലും മസാജ് ചെയ്ത് കൊടുക്കുക ആ കക്ഷത്തിൽ. അതിനുശേഷം ഇത് ഒരു കോട്ടും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. വെറും 3 ദിവസം കൊണ്ട് തന്നെ ഒരു തുണ്ട് കറുപ്പ് പോലും ഇല്ലാതെ നമ്മുടെ നോർമൽ സ്കിന്ന് പോലെ തന്നെ നമ്മുടെ അണ്ടർആംസ് ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറേ ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണിത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് ഏതാണ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.
കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് കേട്ടോ. എനിക്കറിയാം, നമ്മളത് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇടാനായിട്ട് ധൃതിയായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി 2 ടൈംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ 3 ദിവസമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇതേപോലെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതെല്ലാം തിരുത്തിയിട്ട് നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗീതൂസ് നാച്ചുറൽസിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് ആയി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഗീത. ബൈ.